ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. മത്തായി 6:23 കർത്താവ് പറയുകയാണ് നമ്മുടെ കണ്ണിനെക്കുറിച്ച്. നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നാം കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ നവമാധ്യമങ്ങളുടെ കാലത്ത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പങ്കുവയ്ക്കുകയും മറ്റും ചെയ്യുന്ന ഈ കാലയളവിൽ നമ്മുടെ കാഴ്ചകൾ ഇത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു എത്രയോ മുന്നമേ ഇത് പറയുകയാണ്. നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമാകും. നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം വചന അധിഷ്ഠിതമായിരിക്കുന്നുവോ, ദൈവത്തിൻ്റെ സത്യത്തിനും നീതിക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ഒത്തവിധം നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടുന്നതിൻ്റെ സൂചനയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നാം കാണുന്ന കാഴ്ചകൾ നമ്മുടെ ചിന്തയിൽ വളരെ വളരെ സ്വാധീനം ചെലുത്തുകയും അവ നമ്മുടെ ചിന്താമണ്ഡലത്തെ മാറ്റുകയും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, അത് വീട്ടിലായിക്കൊള്ളട്ടെ, ജോലിസ്ഥലത്തായിക്കൊള്ളട്ടെ, സമൂഹത്തിലാവട്ടെ, അവിടെയെല്ലാം നാം കാണുന്ന ശുഭകരമായതും അല്ലാത്തതും വേദനിപ്പിക്കുന്നതും ദേഷ്യം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ കാഴ്ചകൾ നമ്മുടെ കണ്ണിലൂടെ കടന്നു ചെന്ന് നമ്മുടെ ഹൃദയത്തെ മാറ്റി നമ്മുടെ പ്രതികരണങ്ങളെ അപ്പാടെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചിന്തകൾക്ക് ഇത് കാരണമാകുന്നു, പ്രവൃത്തികൾക്ക് ഇത് കാരണമാകുന്നു. കർത്താവ് നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം കണ്ണിനെ ജാഗ്രതയോടെ സൂക്ഷിക്കുക എന്നാണ്. യോഹന്നാൻ 4:24 പറയുന്നു, നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു, അത് നിങ്ങൾ കാണും എന്നാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്തെടുക്കേണ്ടത് എന്ന് നിശ്ചയമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നീ തല ഉയർത്തി നോക്കുമ്പോൾ ഇപ്പോഴേ കൊയ്യുവാൻ പാകത്തിന് നിൽക്കുന്ന വയലേലകൾ നിന്റെ തൊട്ടടുത്തുണ്ട്. നിന്റെ സാധാരണ നോട്ടത്തിൽ അത് നിനക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. പക്ഷേ തല ഒരല്പം ഉയർത്തി നോക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നിന്റെ കാഴ്ചപ്പാട് മാറുമ്പോൾ നിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവം നിനക്ക് പല മേഖലകളെ കാണിച്ചു തരും. ഉടനെ തന്നെ കൊയ്യുവാൻ പാകമായ, പ്രവർത്തിക്കുവാൻ വളരെ സജ്ജമായ മേഖലകൾ നിനക്ക് കാണുവാൻ സാധിക്കും. അത് നീ ചെയ്യുമ്പോൾ നിന്റെ ജീവിതം വിജയകരമാകും. നിന്റെ കുടുംബ ജീവിതത്തിന് വ്യത്യാസം വരും. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടും.